ഹിസ്റ്ററി ചാപ്റ്റർ 2 വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി, ലോകം 20ാം നൂറ്റാണ്ടിൽ. ഇതിൽ ആദ്യം നോക്കുന്നത് കോസസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങൾ. ഒന്ന്, ദ കോൺഫ്ലിക്ട്സ് എമംഗ് ദ ഇംപീരിയലിസ്റ്റ് പവേഴ്സ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് കോളനീസ്. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള മത്സരം. എന്തിനു വേണ്ടിയിട്ട്? കോളനികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സാമ്രാജ്യത്വ ശക്തികൾ പരസ്പരം മത്സരിച്ചിരുന്നു. അതൊരു കാരണം. രണ്ടാമത്തെ കാരണം, ദാറ്റ് ലെഡ് ടു മ്യൂച്വൽ ഡിസ്ട്രസ്റ്റ് ആൻഡ് എനിമിറ്റി. ആ കോൺഫ്ലിക്റ്റ് പരസ്പരമുള്ള വിശ്വാസമില്ലായ്മയ്ക്കും ശത്രുതയ്ക്കും കാരണമായി. മൂന്നാമത്തെ പോയിന്റ്, ദ സൈനിങ് ഓഫ് മിലിറ്ററി അലയൻസസ്. വ്യത്യസ്ത സൈനിക ഉടമ്പടികളിലുള്ള ഒപ്പുവെക്കൽ. ഇനി ദ ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻറ്റിറ്റി. ദ ട്രിപ്പിൾ അലയൻസ് ആൻഡ് ട്രിപ്പിൾ എൻറ്റിറ്റി. ട്രിപ്പിൾ അലയൻസിൽ ആരൊക്കെയാണ്? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ആരൊക്കെയായിരുന്നു? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ദ ഫോർമേഷൻ ഓഫ് സച്ച് അലയൻസസ്. ഇങ്ങനെയുള്ള സൈനിക സഖ്യങ്ങൾ ക്രിയേറ്റഡ് എ ന്യൂ വാർ അറ്റ്മോസ്ഫിയർ ഇൻ ദ യൂറോപ്പ്. യൂറോപ്പിലാകെ ഒരു പുതിയ യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു. ദേ സ്റ്റാർട്ടഡ് മാനുഫാക്ചറിംഗ് ആൻഡ് ബൈയിങ് ലീത്തൽ വെപ്പൺസ്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ എന്ത് ചെയ്തു? അവരെ ഉണ്ടാക്കുവാനും വാങ്ങിക്കുവാനും ആരംഭിച്ചു. എന്ത്? ലീത്തൽ വെപ്പൺസ്. അപകടകരമായ ആയുധങ്ങൾ വാങ്ങുവാനും ഉണ്ടാക്കുവാനൊക്കെ അവർ ആരംഭിച്ചു. അഗ്രസീവ് നാഷണലിസം. അപ്പൊ നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ ലോക യുദ്ധത്തിലേക്ക് നയിച്ച കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ അതിൽ അടുത്ത പോയിന്റ് ആക്കി നമുക്ക് എഴുതാം, അഗ്രസീവ് നാഷണലിസം. വളരെ ശക്തമായ ദേശീയതാബോധം. യൂസ്ഡ് അഗ്രസീവ് നാഷണലിസം ടു ഇൻവെയ്ഡ് അതർ കൺട്രീസ്. മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുവാൻ ഇവർ ഈ അതിതീവ്ര ദേശീയതാ നയം ഉപയോഗിച്ചു. അതിനുദാഹരണമാണ് പാൻ സ്ലേവ്, പാൻ ജർമ്മൻ, റിവെഞ്ച് മൂവ്മെന്റ്. ഇതൊക്കെ ഇംപീരിയലിസ്റ്റ് ക്രൈസിസ്, മൊണോക്കോ ക്രൈസിസ് ആൻഡ് ബാൾക്കൻ ക്രൈസിസ്. അതായത് സാമ്രാജ്യത്വങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധികൾ. അതിൽ വരുന്നതാണ് മൊറോക്കൻ ക്രൈസിസും ബാൾക്കൻ ക്രൈസിസും. അസാസിനേഷൻ ഓഫ് ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, ദ ഹെയർ ടു ദ ത്രോൺ ഓഫ് ഓസ്ട്രിയ, ബൈ സെർബിയൻ യൂത്ത് ഗവേറിലോ പ്രിൻസപ്പ്. ഇത്രയുമാണ് ഒന്നാം ലോക യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. അടുത്തത്, വാട്ട് ആർ ദ ഇംപാക്ട്സ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ? ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഓവർ 10 മില്യൺ പീപ്പിൾ ലോസ്റ്റ് ദെയർ ലൈവ്സ്. 10 മില്യണോളം ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഓർ were injured in the war. വാറിൽ അവർക്ക് പരിക്കുപറ്റി. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം were destroyed. കൃഷി, വ്യവസായം, വാർത്താവിനിമയ മാർഗങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെട്ടു. ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് തുടർന്നുള്ള അനന്തര ഫലങ്ങളാണ് പോവർട്ടി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, ആൻഡ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, ഇൻക്രീസ്ഡ്, ഇതൊക്കെ വർദ്ധിച്ചു. എക്കണോമിക് ഡൊമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. സാമ്പത്തികമായ ആധിപത്യം, യൂറോപ്പിന്റെ സാമ്പത്തിക ആധിപത്യം തകർന്നു. ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ വെച്ചുള്ള സ്വതന്ത്ര പ്രസ്ഥാനങ്ങൾ ശക്തപ്പെട്ടു. ഇൻ എ ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദ വേൾഡ്, ദ ലീഗ് ഓഫ് നേഷൻ വാസ് ഫോംഡ്. ലോകത്ത് സമാധാനം തിരികെ കൊണ്ടുവരാനുള്ള ആവശ്യത്തിന്റെ പേരിൽ ലീഗ് ഓഫ് നേഷൻ രൂപീകൃതമായി. അടുത്തത്, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാഷിസം. ഫാഷിസത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തത് ആന്റഗോണിസം ടു ഡെമോക്രസി, ജനാധിപത്യത്തോടുള്ള വിരോധം. ഒപ്പോസിഷൻ ടു സോഷ്യലിസം, സോഷ്യലിസത്തിനോടുള്ള എതിർപ്പ്. ഗ്ലോറിഫൈയിങ് ദ നാഷൻ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക. അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, വർഗത്തിന്റെ ശുദ്ധത, അതിനെങ്ങനെ പുകഴ്ത്തുക.
ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം, അതിശക്തമായ ദേശീയത ജനങ്ങളിലേക്ക് കലർത്തൽ. ഡിഫൈനിങ് ദ പാസ്റ്റ്, പഴയ കാലത്തെ ഇങ്ങനെ ദൈവികവൽക്കരിക്കുക, വളരെ മഹത്വവൽക്കരിച്ചു പറയുക. ഡിഫൈൻ ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ മഹത്വവൽക്കരിച്ചു പറയുക. ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ഇൻഡോക്ടറിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, ആശയങ്ങളെ കലയിലൂടെയും സാഹിത്യത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും അടിച്ചേൽപ്പിക്കുക. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സൈനികാധിപത്യം. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്, രാഷ്ട്രീയമായ എതിരാളികളെ നശിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു ഫാഷിസത്തിന്റെ പ്രത്യേകതകൾ. വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഫാഷിസ്റ്റ് പാർട്ടി കെയിം ടു പവർ ഇൻ ഇറ്റലി? ഇറ്റലിയിൽ ഫാഷിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാം? ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഇറ്റലി ഒന്നാമത്തെ ലോകയുദ്ധത്തിൽ വിജയിച്ച കക്ഷികളുടെ കൂടെ ആയിരുന്നുവെങ്കിലും ഇറ്റലിക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല. പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, യുദ്ധത്തിനു ശേഷമുള്ള വ്യവസായങ്ങളുടെ തകർച്ച. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. ഇൻക്രീസ് ഇൻ ടാക്സ്, നികുതിയിലുള്ള വർധനവ്. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പ നിരക്ക്, എക്സെട്ര കെപ്റ്റ് പീപ്പിൾ എവേ ഫ്രം ദ ഗവൺമെന്റ്, ഗവൺമെന്റിൽ നിന്നും ജനങ്ങളെ അകറ്റി നിർത്തി. ഇൻഡസ്ട്രിയലിസ്റ്റ്, വ്യവസായികൾ. ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിംഗ് ടു സോഷ്യലിസം, ഇറ്റലി എങ്ങാനും സോഷ്യലിസത്തിലേക്ക് മാറുമോ എന്ന് ഭയന്ന്. were prompted to support fascism, അവർ ഫാഷിസത്തെ സപ്പോർട്ട് ചെയ്യുവാൻ പ്രേരിതരായി, നിർബന്ധിതരായി. How did fascism in Italy and Nazism in Germany defy world peace? ഉത്തരം, ഫാഷിസം. Fascist leader Mussolini took despotic measure in Italy. Socialists and leaders of peasants and workers were proclaimed as enemies of the nation. അപ്പൊ മുസോളിനി എന്തൊക്കെയാ ചെയ്തത്? ഈ തൊഴിലാളികളുടെയും കർഷകരുടെയും ഒക്കെ നേതാക്കന്മാരെ രാജ്യത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. യൂസിംഗ് ഹിസ് മിലിറ്ററി ഫോഴ്സ് ദ ബ്ലാക്ക് ഷർട്ട്, മുസോളിനിയുടെ മിലിറ്ററി ഫോഴ്സിന്റെ പേരാണ് ബ്ലാക്ക് ഷർട്ട്. അവരെ ഉപയോഗിച്ച് മുസോളിനി സപ്രസ്ഡ് ദ ഒപ്പോണന്റ്സ്, എതിരാളികളെ മുസോളിനി അടിച്ചമർത്തി. ഹി ഹാഡ് അഗ്രസീവ് ഫോറിൻ പോളിസി, മുസോളിനിക്ക് അഗ്രസീവായ ഫോറിൻ പോളിസി ആയിരുന്നു. ആൻഡ് കോൺകേർഡ് നേഷൻസ് ലൈക്ക് എത്യോപ്യ, അൽബേനിയ എക്സെട്ര. എത്യോപ്യയും അൽബേനിയയ്ക്ക് മുസോളിനി എന്ത് ചെയ്തു? തന്റെ ശക്തമായ ദേശീയ നയം ഉപയോഗിച്ച് അടിച്ചമർത്തി. ഇറ്റലീസ് റൺ ഫോർ ദ ഡിക്റ്റേറ്റർഷിപ്പ്, ഇറ്റലിയുടെ ഈ ഏകാധിപത്യത്തിലേക്കുള്ള ഓട്ടം പേവ്ഡ് ദ വേ ഫോർ ദ ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വാർ, മറ്റൊരു യുദ്ധത്തിലേക്കുള്ള വഴി തുറന്നു. നാസിസം, നാസീസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഹിറ്റ്ലർ എക്സിക്യൂട്ടഡ് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ്. ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ നാസികൾ എന്താ ചെയ്തത്? സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതന്മാരെയും ഡെമോക്രാറ്റുകളെയും ഒക്കെ തൂക്കിക്കൊന്നു. Jews were massacred en masse in concentration camps. ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് കൂട്ടക്കുരുതിക്ക് വിധേയമാക്കി. ദിസ് ഈസ് നോൺ ആസ് ഹോളോകോസ്റ്റ്. യൂസ്ഡ് ഹിസ് മിലിറ്ററി ഫോഴ്സ്, തന്റെ മിലിറ്ററി ശക്തി ഉപയോഗിച്ച്, അതാണ് ബ്രൗൺ ഷർട്ട് ഉപയോഗിച്ച്, ആൻഡ് എ സീക്രട്ട് പോലീസ് ഗെസ്റ്റപ്പോ ടു മസാക്കർ ദ ജ്യൂസ്. ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന സീക്രട്ട് പോലീസിനെയും ബ്രൗൺ ഷർട്ട് എന്ന് പറയുന്ന തന്റെ മിലിറ്ററി ഫോഴ്സിനെ ഉപയോഗിച്ച് ഹിറ്റ്ലർ എന്ത് ചെയ്തു? ജൂതന്മാരെ കൂട്ടക്കുരുതി നടത്തി. ഹി ഗ്ലോറിഫൈഡ് ദ ആര്യൻസ് ആൻസസ്ട്രി ഓഫ് ദ ജർമൻസ്. ജർമ്മൻകാരുടെ ആര്യൻ പാരമ്പര്യത്തെ ഹിറ്റ്ലർ മഹത്വവൽക്കരിച്ചു. ആൻഡ് ആർഗ്യൂഡ് ദാറ്റ്, എന്നിട്ട് അദ്ദേഹം വാദിച്ചു, ആര്യൻസ് ഷുഡ് റൂൾ ദ വേൾഡ്,
ലോകം ഭരിക്കേണ്ടത് ആര്യന്മാരാണ് എന്ന് അദ്ദേഹം വാദിച്ചു. ഹിറ്റ്ലർ ഇൻസൈറ്റഡ് എ സ്പിരിറ്റ് ഓഫ് റെവെഞ്ച് among the Germans against the terms of the Treaty of Versailles. വേഴ്സാലിസ് ട്രീറ്റിക്കെതിരെ ജർമ്മൻകാരുടെ മനസ്സിൽ അതിശക്തമായ പ്രതികാര മനോഭാവം ഹിറ്റ്ലർ കുത്തിവെച്ചു. ഹിറ്റ്ലർ അഡോപ്റ്റഡ് അൻ അഗ്രസീവ് ഫോറിൻ പോളിസി. നെപ്പോളിയനെ പോലെ തന്നെ മുസോളിനിയെ പോലെ തന്നെ ഹിറ്റ്ലറും ഒരു അഗ്രസീവ് ഫോറിൻ പോളിസിയാണ് പിന്തുടർന്നത്. and attacked Austria and Czechoslovakia. Germany formed alliance with Italy and Japan. ഇറ്റലിയിൽ മുസോളിനിയും ജർമ്മനിയിൽ ഹിറ്റ്ലറും. മുസോളിനിയുടെ സൈന്യത്തിന്റെ പേര് ബ്ലാക്ക് ഷർട്ടാണ്, ഹിറ്റ്ലറുടേത് ബ്രൗൺ ഷർട്ട്. Ultimately, this led to the outbreak of Second World War. Thus, fascism in Italy and Nazism in Germany ഡിഫൈഡ് വേൾഡ് പീസ്. ഇങ്ങനെയാണ് ഇറ്റലിയിലെ ഫാഷിസവും ജർമ്മനിയിലെ നാസിസവും ലോക സമാധാനത്തെ തകർത്തത്. അടുത്ത പോയിന്റ്, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഫാഷിസം ആൻഡ് നാസിസം? ഫാഷിസവും നാസിസവും തമ്മിലുള്ള സാമ്യതകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തത്, അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്. വർഗത്തിന്റെ മഹത്വം പറയല്. ഒരു സിമിലാരിറ്റി, ഫാഷിസം വാണ്ടഡ് ടു റിസ്റ്റോർ ആൻഷ്യൻ റോമൻ എംപയർ. ഫാഷിസം പഴയകാല റോമൻ എംപയർ പുനഃസ്ഥാപിക്കാനാണ് ശ്രമിച്ചിരുന്നത്. നാസികളോ പ്രൊജക്റ്റഡ് ദ പ്യൂരിറ്റി ഓഫ് ആര്യൻസ് റേസ്. ആര്യവംശത്തിന്റെ ശുദ്ധി ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരുന്നു. ആര്യന്മാരാണ് ലോകം ഭരിക്കേണ്ടത് എന്നുവരെ പറഞ്ഞു. എക്സിക്യൂട്ടഡ് എനിമീസ്, അതിലും രണ്ടുപേരും സാമ്യതയുണ്ട്. ഫാഷിസം എന്താ ചെയ്തത്? സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസാൻസ് ആൻഡ് വർക്കേഴ്സ് വർ പ്രൊക്ലെയിംഡ് ആസ് ദ എനിമീസ് ഓഫ് ദ നേഷൻ. സോഷ്യലിസ്റ്റുകളും കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ നേതാക്കന്മാരെയൊക്കെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. ദോസ് who opposed the fascist party, ഫാഷിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ were executed, തൂക്കിക്കൊന്നുകളഞ്ഞു. ഇനി ഹിറ്റ്ലറുടെ നാസിസമാണെങ്കിലോ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് ഡെമോക്രാറ്റ്സ് were executed. സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ജൂതന്മാരും ഡെമോക്രാറ്റുകളും ഒക്കെ തൂക്കിക്കൊല്ലപ്പെട്ടു. ജ്യൂസ് were massacred in മാസ് ഹോളോകാസ്റ്റ്, ഇവരൊക്കെ കൂട്ടക്കുരുതി നടത്തി. ഡിക്റ്റേറ്റർഷിപ്പ്, സൈന്യാധിപത്യം. മുസോളിനി സപ്രസ്ഡ് ദ ഒപ്പോണന്റ് യൂസിംഗ് ഹിസ് മിലിറ്ററി ഫോഴ്സ് ദ ബ്ലാക്ക് ഷർട്ട്. എതിരാളികളെയൊക്കെ തന്റെ സൈനിക ശക്തിയായ ബ്ലാക്ക് ഷർട്ട് ഉപയോഗിച്ച് മുസോളിനി അടിച്ചമർത്തി. ഹിറ്റ്ലർ യൂസ്ഡ് മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷർട്ട്സ് ആൻഡ് എ സീക്രട്ട് പോലീസ് ഗെസ്റ്റപ്പോ ടു മാസക്കർ ദ ജ്യൂസ്. ഹിറ്റ്ലർ എന്താ ചെയ്തത്? ഹിറ്റ്ലറുടെ മിലിറ്ററി ഫോഴ്സ് ബ്രൗൺ ഷർട്ടും പിന്നെ ഒരു രഹസ്യ പോലീസ് ഗെസ്റ്റപ്പോയും ഉപയോഗിച്ച് ജൂതന്മാരെ കൂട്ടക്കുരുതി നടത്തി. അഗ്രസീവ് ഫോറിൻ പോളിസി, ഇതിലും രണ്ടുപേർക്കും സാമ്യതയുണ്ട്. മുസോളിനി അറ്റാക്ഡ് എത്യോപ്യ, അൽബേനിയ എക്സെട്ര. മുസോളിനി അല്ലെങ്കിൽ ഇറ്റലി. ഹിറ്റ്ലർ അല്ലെങ്കിൽ ജർമ്മനി അറ്റാക്ഡ് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്കിയ. ഇനി വാട്ട് ഈസ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്? എന്താണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് നോക്കാം. ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് മെനി ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ബിക്കെയിം ഇൻഡിപെൻഡന്റ്. ഒരുപാട് ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമായി. ദേ റിയലൈസ്ഡ് ദാറ്റ്, അവർ തിരിച്ചറിഞ്ഞു, ദ കോൾഡ് വാർ വാസ് യെറ്റ് അനദർ ഫേസ് ഓഫ് ഇംപീരിയലിസം. ശീതയുദ്ധമാണ് സാമ്രാജ്യത്വത്തിന്റെ മറ്റൊരു ഘട്ടം എന്നവർ തിരിച്ചറിയുകയും ഇറ്റ് വുഡ് ത്രെട്ടൺ വേൾഡ് പീസ്, ഇത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും അവർ മനസ്സിലാക്കി. ദ ലിബറേറ്റഡ് നേഷൻസ്, സ്വതന്ത്രരാകപ്പെട്ട രാഷ്ട്രങ്ങൾ ഡിസൈഡഡ്, തീരുമാനിച്ചു, നോട്ട് ടു ജോയിൻ എനി ഓഫ് ദ ബ്ലോക്സ്, ഇതില് രണ്ടെണ്ണത്തിലും പെടരുത് എന്ന് തീരുമാനിക്കുകയും ഫോംഡ്,
ദ നോൺ അലൈൻഡ് മൂവ്മെന്റ്. അവർ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എടുക്കുകയും ചെയ്തു. ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ്, അവർ മനസ്സിലാക്കി, ദ റേസ് ഓഫ് സൂപ്പർ പവേഴ്സ് ഫോർ വെപ്പൺസ് ആൻഡ് എ സ്ട്രോങ് മിലിറ്ററി ഫോഴ്സ്, ഒരു ശക്തമായ സൈനിക ശക്തിക്കും ആയുധങ്ങൾക്കും വേണ്ടിയുള്ള സൂപ്പർ പവേഴ്സിന്റെ ഉദയം വുഡ് പോസ് ഹാം ടു ദം, അവർക്ക് ഈ സാധാരണ രാഷ്ട്രങ്ങൾക്ക് ദോഷകരമാണെന്ന് അവർ മനസ്സിലാക്കി. നോൺ അലൈൻമെന്റ് ഡസൻ മീൻ ടു കീപ് അലൂഫ് ഫ്രം ദ വേൾഡ് അഫയേഴ്സ്. ഈ ചേരിചേരായ്മ അല്ലെങ്കിൽ നോൺ അലൈൻമെന്റ് എന്ന് പറയുന്നത് ലോകകാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുകയല്ല, റാദർ മറിച്ച് ഇറ്റ് ഈസ് ടു ഫേസ് മെനി ഇഷ്യൂസ് വി കൺഫ്രണ്ട്, നമ്മൾ നേരിടേണ്ട പല ഇഷ്യൂസിനെയും ഫേസ് ചെയ്യുക, നേരിടുക എന്നുള്ളതാണ് എന്നാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായം. ഇത്രയും പറഞ്ഞ് നമ്മൾ ചാപ്റ്റർ 2 നിന്നുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ചാപ്റ്റർ 3 പോവുകയാണ്. യൂണിറ്റ് 3 പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇതിലൊന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? എന്താണ് പൊതുഭരണം? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് men and materials for the implementation of existing laws, governmental policies, programs and developmental projects. എന്താണ് പൊതുഭരണം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ്, മനുഷ്യരുടെയും സാധനങ്ങളുടെയും ഫലവത്തായ ഉപയോഗപ്പെടുത്തൽ. എന്തിന്? ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ്, നടപ്പിലാക്കുവാൻ എന്ത്? എക്സിസ്റ്റിംഗ് ലോസ്, നിലവിലുള്ള നിയമങ്ങള്, ഗവൺമെന്റ് നയങ്ങള്, പദ്ധതികള്, വികസന പദ്ധതികള്, ഇതൊക്കെ കാര്യമായ രീതിയിൽ നടപ്പിലാക്കുവാൻ മനുഷ്യരെയും മറ്റു സാധനങ്ങളെയും ഉപയോഗപ്പെടുത്തൽ. ഇതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അടുത്തത്, ലിസ്റ്റ് ഔട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പൊതുഭരണത്തിന്റെ പ്രാധാന്യം ലിസ്റ്റ് ചെയ്യുക. ഫോർമുലേറ്റ് ഗവൺമെന്റൽ പോളിസീസ്, ഗവൺമെന്റ് നയങ്ങൾ രൂപീകരിക്കുക. എൻഷുർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുക. ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ് ടു പബ്ലിക് ഇഷ്യൂസ്, പൊതു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുക. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി? എന്തെല്ലാമാണ് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃത്തത്തിന്റെ സവിശേഷത? 1, ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ, ശ്രേണീപരമായ സംഘാടനം. ഇത് എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് ഒന്ന് ശ്രദ്ധ കൊടുത്ത് കേൾക്കുക. ബ്യൂറോക്രസി ഈസ് ഓർഗനൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് there is one employee at the top. ടോപ്പിൽ, ഏറ്റവും ടോപ്പിൽ ഒരു എംപ്ലോയി, അതായത് ഒരു പിരമിഡിന്റെ ഷേപ്പ് ആലോചിക്കുക. ഏറ്റവും ടോപ്പിൽ ഒരു എംപ്ലോയി, അതിന്റെ താഴെ കുറെ എംപ്ലോയികൾ, ഏറ്റവും താഴെ കൂടുതൽ. അപ്പോൾ there is one employee at the top and the number increases when it reaches lower level. This is known as, ഈ രീതിയിലുള്ള ഓർഗനൈസേഷൻ, ഇതാണ് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. അടുത്തത് പെർമീനൻസ്. പെർമീനൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരത. പേഴ്സൺസ് അപ്പോയിന്റഡ് വിൽ കണ്ടിന്യൂ ഇൻ സർവീസ് ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെന്റ്. റിട്ടയർ ആകുന്നതുവരെയും ഈ സർവീസിലുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? അതിൽ തുടരും. അടുത്തത് അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് അപ്പോയിന്റ്മെന്റ്. എംപ്ലോയീസ് ആർ റിക്രൂട്ടഡ് ആൻഡ് അപ്പോയിന്റഡ് ഓൺ ദ ബേസിസ് ഓഫ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. യോഗ്യതക്കനുസരിച്ചിട്ടാണ് തൊഴിലാളികളെ നിയമിക്കുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. രാഷ്ട്രീയപരമായിട്ട് ന്യൂട്രലായിട്ട് നിൽക്കുക, നിർവീര്യമായി നിൽക്കുക എന്നൊക്കെ പറയാം. ബ്യൂറോക്രാറ്റ്സ് ആർ ലയബിൾ ടു ഇംപ്ലിമെന്റ് ദ പോളിസീസ് ഓഫ് വിച്ച് എവർ പാർട്ടി കംസ് ടു പവർ. ഏതു പാർട്ടി അധികാരത്തിലെത്തിയാലും അവരുടെ നയങ്ങൾ നടപ്പാക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ ബാധ്യതപ്പെട്ടവരാണ്. അടുത്തത്, പാർട്ടി ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് റിഫ്ലക്ട് ഇൻ ദെയർ വർക്ക്. അവരുടെ വർക്കിൽ പാർട്ടിയുടെ താൽപര്യം പ്രതിഫലിക്കാൻ പാടില്ല.
ദേ ഷുഡ് ആക്ട് ന്യൂട്രലി, ന്യൂട്രലായ നിലയിൽ വേണം അവർ ആക്ട് ചെയ്യാൻ. ബ്യൂറോക്രസിയുടെ മറ്റൊരു സവിശേഷതയാണ് പ്രൊഫഷണലിസം. എവരി ഗവൺമെന്റ് എംപ്ലോയി മസ്റ്റ് ബി സ്കിൽഡ് ഇൻ ദെയർ വർക്ക്. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അവരുടെ ജോലിയിൽ നൈപുണ്യമുള്ളവരായിരിക്കണം. അടുത്തത് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക. ഓൾ ദ എംപ്ലോയീസ് ഹു വർക്ക് അണ്ടർ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, ആൻഡ് എംപ്ലോയീസ് അണ്ടർ ദ പബ്ലിക് സെക്ടർ, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, അണ്ടർടേക്കിംഗ് ആർ പാർട്സ് ഓഫ് ഇന്ത്യ സിവിൽ സർവീസ്. ഇവരൊക്കെ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഉള്ളിൽ വരുന്ന ആളുകളാണ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഭാഗം ഒന്ന് നോക്കാം. ഓൾ ഇന്ത്യ സർവീസിൽ ആരൊക്കെയാണ്? റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, ദേശീയ തലത്തിലാണ് റിക്രൂട്ട്മെന്റ്. അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ്, കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ നിയമിക്കും. ഉദാഹരണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമിക്കാം. ഇനി സെൻട്രൽ സർവീസ് ആണെങ്കിലോ റിക്രൂട്ട്സ് അറ്റ് നാഷണൽ ലെവൽ, ഇതും ദേശീയ തലത്തിൽ. അപ്പോൾ ഓൾ ഇന്ത്യ സർവീസും സെൻട്രൽ സർവീസും നാഷണൽ തലത്തിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുക. അപ്പോയിന്റ്സ് ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി. അപ്പോൾ ഈ സെൻട്രൽ സർവീസ് ആവുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ അപ്പോയിന്റ് ചെയ്യുള്ളൂ. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതൊക്കെ സെൻട്രൽ സർവീസ് ആണ്. ഓൾ ഇന്ത്യ സർവീസിൽ IASഉം IPSഉം ഒക്കെ വരും. അടുത്തത് സ്റ്റേറ്റ് സർവീസ്. റിക്രൂട്ട്സ് അറ്റ് സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാന തലത്തിൽ റിക്രൂട്ട് ചെയ്യും. അപ്പോയിന്റ്സ് ഇൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി, ഇവരെ എവിടെ മാത്രമേ അപ്പോയിന്റ് ചെയ്യുള്ളൂ? സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ UPSC ആൻഡ് PSC. UPSC and state PSCs are constituted on the basis of constitutional provisions. അതുകൊണ്ട് they are called constitutional institutions. ഇനി എന്താണ് UPSC? Candidates to All India Service and Central Services are recruited by Union Public Service Commission അല്ലെങ്കിൽ UPSC. ഓൾ ഇന്ത്യ സർവീസിലേക്കും സെൻട്രൽ സർവീസിലേക്കുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ UPSC വഴിയാണ് തെരഞ്ഞെടുക്കുക. ദ ചെയർമാൻ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മീഷൻ ആർ അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇവിടേക്കുള്ള ചെയർമാനെയും മെമ്പേഴ്സിനെയൊക്കെ UPSCക്കുള്ള ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ദ UPSC ഹാസ് an elaborate mechanism for the recruitment of candidates based on qualification. PSC at the state level, candidates are recruited by Public Service Commission. State level candidates inde selection നടക്കുക Public Service Commission അല്ലെങ്കിൽ PSC വഴിയാണ്. The governor appoints the PSC chairman is appointed by governor. PSCയുടെ ചെയർമാനെ ഗവർണറാണ് അപ്പോയിന്റ് ചെയ്യുക. PSCയുടെ ചെയർമാനെയും ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഈ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. മൂന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കിയതിനു ശേഷം ഇനി നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ് നമ്മള്. ദ ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻ ഇന്ത്യ. അതില് ലാൻഡ് റവന്യൂ സിസ്റ്റം റീജിയൻസ്. Permanent land revenue settlement in Bengal, Bihar, Orissa regions. Rotwari system in South Indian region. Mahalwari system in Northwest regions. ഇതെല്ലാം നോക്കേണ്ടതാണ്. ഇതിൽ ഇനി ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്താ നോക്കാം. ദ ടാക്സ് വാസ് കളക്ടഡ് ബൈ ജമീന്ദാർസ്. ജമീന്ദാർമാരാണ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. ജമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ്. ലാൻഡിന്റെ മുഴുവൻ ഉടമസ്ഥനും ജമീന്ദാരാണ്. ദ ആക്ച്വൽ ഫാമേഴ്സ് ബിക്കെയിം ടെനൻസ്. യഥാർത്ഥ കർഷകർ വെറും
കർഷക തൊഴിലാളികളായി മാറി. Farmers were to pay up to 60% of the yield as tax. തങ്ങൾക്ക് ലഭിക്കുന്ന വിളവിന്റെ 60% ടാക്സ് ആയി നൽകേണ്ടിയിരുന്നു. ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഈവൻ അറ്റ് എ ടൈം ഓഫ് പുവർ yield. മോശം വിളവെടുപ്പ് സമയത്ത് പോലും ടാക്സ് കൃത്യമായി നൽകണമായിരുന്നു. ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ക്യാഷ്. ടാക്സ് എങ്ങനെ നൽകണം? ക്യാഷ് ആയിട്ട് തന്നെ നൽകണം. സ്ട്രിക്ട്ലി ബിഫോർ ദ കട്ട് ഓഫ് ഡേറ്റ്. ആ ഡേറ്റിന്റെ മുമ്പായിട്ട് തന്നെ ഈ ക്യാഷ് നൽകണമായിരുന്നു. ലോർഡ് കോൺവാലിസ്, ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് സിസ്റ്റം. ഈ സിസ്റ്റം, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവർണർ ജനറൽ ലോർഡ് കോൺവാലിസ് ആയിരുന്നു. റോയറ്ററി സിസ്റ്റം. The land revenue was collected directly from the farmers അല്ലെങ്കിൽ റൈറ്റ്സ്. ഇതിൽ ലാൻഡ് റവന്യൂ നേരിട്ട് ഫാർമേഴ്സിൽ നിന്നും വാങ്ങിച്ചിരുന്നു. ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ് വാസ് വെസ്റ്റഡ് വിത്ത് ഫാർമേഴ്സ്. റൈറ്റ് സിസ്റ്റത്തിൽ കർഷകരായിരുന്നു കൃഷിഭൂമിയുടെ ഉടമസ്ഥർ. എക്സസീവ് ടാക്സ് ഇംപവറിഷ്ഡ് ദം. ഇവരെയും അമിതമായ നികുതി ഭാരം ദരിദ്രരാക്കി. The tax rates were frequently increased. ടാക്സ് നിരക്കാണെങ്കിലോ കൊല്ലം കൂട്ടി വന്നു. മഹൽവാരി സിസ്റ്റം. The tax was collected by the village headman. The tax rate was excessive. The entire village was considered as a single unit. The entire village was considered as a single unit for tax collection. അടുത്തത്, what was the impact of the British land revenue policies? എന്തെല്ലാമാണ് ഈ ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസിയുടെ ഫലങ്ങൾ? അല്ലെങ്കിൽ ഇങ്ങനെയും വരാം, how the British land revenue policies affected the farmers. The farmers could not pay tax in the form of money before the deadline. ഈ പറയപ്പെട്ട ഈ 3 തരം നികുതികളൊക്കെ പറഞ്ഞല്ലോ, ഇതുപോലെ അനേകം നികുതികൾ, ഇതൊന്നും കൃത്യസമയത്ത് ആ ഡെഡ്ലൈനിന് മുമ്പായിട്ട് കർഷകർക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. സോ ദേ ടുക്ക് ലോൺ ഫ്രം മണി ലെൻഡേഴ്സ് അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വലിയ പലിശ നിരക്കില് അവർക്ക് കടം കൊടുക്കുന്നവരിൽ നിന്നും പണം എടുക്കേണ്ടി വന്നു. ദ ലോൺസ് വർ ഒബ്റ്റെയിൻഡ് ബൈ മോർട്ടേജിംഗ് അഗ്രികൾച്ചറൽ ലാൻഡ്. ഇവർക്ക് എങ്ങനെയാണ് ഈ ലോൺ കിട്ടിയിരുന്നത്? കൃഷിഭൂമി പണയപ്പെടുത്തിയിട്ടാണ്. ദ ലാൻഡ് ഓഫ് ദ ഫാർമേഴ്സ്. അങ്ങനെ ആ ഫാർമേഴ്സിന്റെ ലാൻഡ് ഹു കുഡ് നോട്ട് പേ ബാക്ക് ദ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ്. പലിശയും ലോണുമൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ആ കൃഷിക്കാരുടെ ഭൂമി വാസ് സീസ്ഡ് ബൈ മണി ലെൻഡേഴ്സ്. ഇവരെന്തെയും ഈ പണം കടം കൊടുത്തവർ അത് പിടിച്ചെടുക്കുമായിരുന്നു. ഇനി ഇതിലുള്ള ഇമ്പോർട്ടന്റ് ആയ വേറൊരു ടോപ്പിക്കാണ് കുറിച്യ റിവോൾട്ട്. അത് നടന്നത് 1812 അത് ഓർഗനൈസ് ചെയ്തത് കുറിച്യ ആൻഡ് കുറുംബ ട്രൈബ്സ് ഓഫ് വയനാട്. വയനാട്ടിലെ കുറിച്യ കുറുംബ ഗോത്രക്കാരാണ് ഈ കുറിച്യ റിവോൾട്ട് സംഘടിപ്പിച്ചത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്. ഈ ബ്രിട്ടീഷുകാരുടെ വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിക്കല്. രണ്ടാമത്തത്, കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് തന്നെ ടാക്സ് കൊടുക്കണം എന്ന നിർബന്ധം. മൂന്നാമത്തത്, സീസിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡൊക്കെ പിടിച്ചെടുക്കുക. ഇത് മൂന്നാണ് ഇവര് ബ്രിട്ടീഷുകാർക്കെതിരെ റിവോൾട്ട് നടത്താൻ കാരണമായത്. ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ കുറിച്യ ലീഡർ രാമനമ്പി. Several people other than the tribes also joined the struggle. The British government suppressed the struggle and killed രാമനമ്പി. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഈ സ്ട്രഗിള് അടിച്ചമർത്തുകയും ഇവരുടെ നേതാവായ രാമനമ്പിയെ കൊല്ലുകയും ചെയ്തു. ഇത് കൂടാതെ, കുറിച്യ റിവോൾട്ട് കൂടാതെ, അതർ ട്രൈബൽ ഇൻസർജൻസീസ് ബ്രോക്ക് ഔട്ട് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇതുപോലെ ഈ മലയിലൊക്കെ താമസിക്കുന്ന ട്രൈബേഴ്സിന്റെ വേറെയും റിവോൾട്ടുകൾ ഉണ്ടായി. അതാണ് പഹരിയ റെബലിയൻ, കോൾ റിബലിയൻ, ഖാസി റെബലിയൻ,
Bhil Rebellion, Munda Rebellion. What are the causes of revolt in 1857? 1857 റിവോൾട്ടിനുള്ള കാരണം എന്തായിരുന്നു? ഒന്ന്, മിസറീസ് ഓഫ് ഫാർമേഴ്സിന്റെ ദുരിതങ്ങൾ. എന്തൊക്കെ? എക്സസീവ് ടാക്സ് ഇംപവറിഷ്ഡ് ദം, അമിതമായ നികുതി അവരെയെല്ലാം ദരിദ്രരാക്കി. എക്സ്പ്ലോയിറ്റേഷൻ ബൈ ജമീന്ദാർസ് ആൻഡ് മണി ലെൻഡേഴ്സ്, പണം കടം കൊടുത്തിരുന്നവരും ജമീന്ദാർമാരും വരെ ചൂഷണം ചെയ്തിരുന്നു. ദ ഫാർമേഴ്സ് ലോസ്റ്റ് ദെയർ ലാൻഡ്, കൃഷിക്കാർക്ക് അവരുടെ ഭൂമി നഷ്ടമായി. മറ്റൊരു കാരണം പോവർട്ടി ഓഫ് ദ ക്രാഫ്റ്റ്സ്മെൻ, ഈ നെയ്ത്ത് തൊഴിലാളികളുടെ ദാരിദ്ര്യം. ഡിക്ലൈൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ലെഡ് ടു ഫാമിൻ, ഈ കരകൗശല വസ്തുക്കളുടെ വ്യവസായത്തിന്റെ തകർച്ച പട്ടിണിയിലേക്കും മരണങ്ങളിലേക്കും ഒക്കെ നയിച്ചു. സാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ അസംതൃപ്തി. ദ ഡോക്ട്രീൻ ഓഫ് ലാപ്സ്, ദ ബ്രിട്ടീഷ് അനെക്സ്ഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് കൺവിക്റ്റിംഗ് ഇൻഎഫിഷ്യന്റ് റൂൾ. ദിസ് മെയ്ഡ് ദ കിങ്സ് ലെഡ് ടു ദ റെബലിയൻ. ഇവരെ മരുമക്കത്തായ സമ്പ്രദായമൊക്കെ അവസാനിപ്പിച്ചു. അതുപോലെ നല്ല ഭരണം കാഴ്ചവെക്കാത്ത രാജാക്കന്മാരുടെ രാജ്യമൊക്കെ ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്തു. ഇതൊക്കെ രാജാക്കന്മാരെയും ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ കാരണമായി. ഓഫ് ദ സീപോയ്സ്, എന്താണ് ഈ ശിപ്പായിമാരെ എന്നൊക്കെ പറയും, അവരുടെ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളത്തിലെ പട്ടാളക്കാരുടെ കഷ്ടപ്പാടുകൾ. ദ റെബലിയൻ വാസ് സ്റ്റാർട്ടഡ് ബൈ ദ സീപോയ്സ് ഓഫ് മീററ്റ്. മീററ്റിലുള്ള സീപോയ്സ് ആണ് ഈ വിപ്ലവം തുടങ്ങിയത്. പുവർ സാലറി ആൻഡ് അബ്യൂസ് ബൈ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് were the major reasons for their resentment. ഇവരുടെ ഈ നിരാശയ്ക്കും എതിർപ്പിനൊക്കെ കാരണം വളരെ തുച്ഛമായ ശമ്പളവും പിന്നെ ഈ ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെ ദുരുപയോഗങ്ങളും. ദ റൂമർ ദാറ്റ് ദ കാർട്രിഡ്ജ് ഇൻ ദ ന്യൂലി സപ്ലൈഡ് എൻഫീൽഡ് റൈഫിൾസ് വർ, പുതിയതായിട്ട് ഇവർക്ക് കൊടുത്ത എൻഫീൽഡ് റൈഫിൾസിലേക്ക് വേണ്ട തിരകളിലൊക്കെ ഗ്രീസ് ചെയ്തിരിക്കുന്നത് പന്നിയുടെയും പശുവിന്റെയും നെയ്യ് വെച്ചാണ് എന്നുള്ളത് ഈ ഇന്ത്യൻ സീപോയ്സിനെ പ്രൊവോക്ക് ചെയ്തു. ഇറ്റ് വൂണ്ടഡ് ദ റിലീജിയസ് സെന്റിമെന്റ്സ് ഓഫ് ദ ഹിന്ദു ആൻഡ് മുസ്ലിം സോൾജേഴ്സ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിരുന്ന പട്ടാളക്കാരുടെയൊക്കെ മതവികാരത്തെ ഇത് വ്രണപ്പെടുത്തി. ദ സോൾജേഴ്സ് വർ അൺവില്ലിംഗ് ടു യൂസ് ദ ന്യൂ കാർട്രിഡ്ജസ് വർ പണിഷ്ഡ് ബൈ ദ ഓഫീസേഴ്സ്. അപ്പൊ അതിന്റെ പേരിലൊക്കെ ഈ കാർട്രിഡ്ജ് ഉപയോഗിക്കാൻ വിസമ്മതിച്ച സോൾജേഴ്സിനെയൊക്കെ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് പണിഷ് ചെയ്തു. ഇൻ ബാരാക്പൂർ ഇൻ ബംഗാൾ, മംഗൽ പാണ്ഡെ, an Indian soldier, shot at a British officer. മംഗൽ പാണ്ഡെ ഒരു ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ചു കൊന്നു. Who forced him to use the new cartridge. കാരണം അയാള് ഇദ്ദേഹത്തോട് ആ പുതിയ കാർട്രിഡ്ജ് ഉപയോഗിക്കാൻ നിർബന്ധിച്ചിരുന്നു. മംഗൽ പാണ്ഡെ വാസ് അറസ്റ്റഡ് ആൻഡ് ഹാങ്ഡ് ടു ഡെത്ത്. മംഗൽ പാണ്ഡെയെ പിന്നീട് തൂക്കിലേറ്റി. പീപ്പിൾ ഫ്രം ഓൾ വാക്സ് ഓഫ് ലൈഫ് ഇൻക്ലൂഡിംഗ് കിങ്സ്, ഫാർമേഴ്സ്, ക്രാഫ്റ്റ്മെൻ എക്സെട്ര, എല്ലാ ഭാഗത്തു നിന്നുമുള്ള എല്ലാ മേഖലയിൽ നിന്നുമുള്ള ജനങ്ങൾ, രാജാക്കന്മാരും കർഷകരും നെയ്ത്ത് തൊഴിലാളികളും എല്ലാം ഈ റെബലിയനിൽ പങ്കെടുത്തു. The British rule was adversely affected the kings too. രാജാക്കന്മാരെയും ഈ ബ്രിട്ടീഷ് ഭരണം മോശമായി ബാധിച്ചിരുന്നു. The salient features of this rebellion was the active participation of common people like farmers and craftsmen. ഇനി ഈ എപ്പോഴും ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി മാച്ച് ചെയ്യാനൊക്കെ വരാറുണ്ട്. സെന്റേഴ്സ് ഓഫ് റിവോൾട്ട്, പ്രതിഷേധത്തിന്റെ കേന്ദ്രങ്ങളും അതിന്റെ നേതാക്കന്മാരും. ഡൽഹി ബഹാദൂർ ഷാ സെക്കൻഡ്, ഝാൻസി റാണി ലക്ഷ്മിഭായ്, ലക്നൌ ബീഗം ഹസ്രത്ത് മഹൽ, കാൻപൂർ നാനാ സാഹ് താന്തിയ തോപ്പി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. The British Parliament took over India from the British East India Company. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയെ ഏറ്റെടുത്തു.